ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു മോർണിംഗ് റുട്ടീനാണ് കേട്ടോ. മോർണിംഗ് റുട്ടീൻ എന്നൊന്നും പറയാൻ പറ്റില്ല. രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള എൻ്റെ കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ ഇന്ന് നേരത്തെ എണീറ്റു കേട്ടോ. അടുക്കളയിൽ ചെന്നപ്പോൾ ഉമ്മ ദാ അപ്പം ചൂടായിരുന്നു. ഇതിന് ചീദോശ അങ്ങനെ എന്തോ പേരില്ലേ, എനിക്കിത് ശരിക്ക് ഇതാക്കാൻ അറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു കയ്യിലോണ്ട് തികയുമെന്ന് എനിക്കിങ്ങനെ തോന്നും. അപ്പോൾ ഞാൻ എണീക്കണേക്കാട്ടിലും മുന്നേ എൻ്റെ മോള് എണീച്ചിട്ടുണ്ടാകും. അപ്പോൾ അവൾക്ക് എണീച്ച പാടന്നെ ഒരു ഗ്ലാസ് ചായ അത് നിർബന്ധമാണ്. അത് കിട്ടിയിട്ടില്ലെങ്കിൽ അത് കിട്ടും വരെ ചോദിച്ചും കൊണ്ട് നടക്കും. അത് ഇതാ ഈ ഗ്ലാസ് തന്നെ അവൾക്ക് കുടിക്കും വേണം. അപ്പോൾ അത് കുടിച്ചിട്ട് പിന്നെയും കുറേ നേരം കഴിഞ്ഞിട്ടേ ഉള്ളൂ അവളെ പല്ല് തേപ്പും ചായ കുടിയും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പം അപ്പത്തേക്ക് ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങയൊക്കെ ചിരണ്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ബ്രഷ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നിന്നു. ബ്രഷ് ചെയ്യലും അവൾക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കും, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നിന്നു. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല, കുറച്ച് ക്ലീനിങ് ഉണ്ട്. അപ്പോൾ ഇതാ അമ്മ അപ്പോഴേക്കിനും ചട്നിയൊക്കെ ഉണ്ടാക്കിയിട്ട് ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ചെറിയ മോനെ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ അടുത്ത് കുറച്ച് നേരം അങ്ങനെ കളിപ്പിച്ച് അവൻ്റെ അടുത്ത് അങ്ങനെ ഇരുന്നു. അപ്പോൾ പിന്നെ ഇവൾക്ക് പിന്നെ അവനുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട, അവൻ്റെ കൂടെ തന്നെയാവും. അവൻ എണീറ്റിക്കണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവൾ ഇത്രയും നേരത്തെ എണീക്കണത്. പിന്നെ അവരോടൊത്ത് കുറച്ച് നേരം അങ്ങനെ ഇരുന്നതിന് ശേഷമാണ് പിന്നെ ചായ കുടിച്ചത്. അപ്പോഴേക്ക് മക്കളൊക്കെ എണീറ്റായിരുന്നു. അപ്പോൾ പിന്നെ അവരുടെ കൂടെ ഇരുന്നിട്ട് ചായ കുടിക്കലും കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്തും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് കുറച്ചധികം പണിയുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ മുകളിൽ ടെറസിൻ്റെ മുകളിൽ കുറേ ചപ്പ് വീണിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കാനും ക്ലീൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇന്ന് കുറച്ച് ടൈം പോകും. പിന്നെ ഞാൻ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടുള്ള പാത്രങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് മോറി വൃത്തിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഈ കാണുന്ന പച്ച ബാസ്ക്കറ്റില്ലേ, അത് ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്തതാണ്. അത് ഒത്തിരി ആയിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. നല്ലൊരു പ്രൊഡക്റ്റ് ആട്ടോ. നമുക്കിങ്ങനെ പാത്രം കഴുകിയിട്ട് അത് അങ്ങനെ വെള്ളം വരാനൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നല്ല യൂസ്ഫുൾ ആട്ടോ അത്. അപ്പോൾ ഇതിന് ഇത്ര 180 രൂപ അങ്ങനെ ഇത് റേറ്റ് ഇതിന് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് പാത്രങ്ങളൊക്കെ ചായ ഒഴിച്ച പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് ഇതിലിങ്ങനെ വെക്കാറാണ്. അത് കഴിഞ്ഞ് അതിന് വെള്ളം വറ്റുമ്പോൾ അത് നേരെ പാത്ര സ്റ്റാൻഡിലേക്ക് എടുത്ത് വെക്കാനാണ് ചെയ്യാറ്. പിന്നെ എനിക്കങ്ങനെ അടിച്ചു വാരി തുടക്കാനും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അതിനിവിടെ അനിയൻ്റെ ഭാര്യയുണ്ട്. അപ്പോൾ അവൾക്കാണ് ആ പണിയൊക്കെ. അപ്പോൾ അവളാണ് അതൊക്കെ ചെയ്യാറ്. അപ്പോൾ ഞാനിങ്ങനെ അടുക്കള എന്തെങ്കിലും ഇങ്ങനെ റാക്ക് വൃത്തിയാക്കുക, പാത്രം കഴുകുക, അങ്ങനത്തെ ഒക്കെ പരിപാടി ഉണ്ട്. പിന്നെ അനിയത്തി ഇവിടെ പ്രസവിച്ച് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ചധികം കുട്ടിയുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാഷ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന പണികൾ. അപ്പോൾ എന്നും ഇതേപോലെ ഒന്നും ആയിരിക്കില്ല കേട്ടോ. ഓരോ ദിവസം ഓരോ രീതിക്കായിരിക്കും ഓരോ പണികളും കാര്യങ്ങളും ഉണ്ടാവുക. അപ്പോൾ പിന്നെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെയുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ ഞാൻ തുടച്ച് വൃത്തിയാക്കി, അടുക്കളയും ഗ്യാസും അവിടെയൊക്കെ നല്ല രീതിക്ക് തുടച്ച് വൃത്തിയാക്കിയിട്ട് ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ ഞാൻ പുറത്തേക്ക് പോയി. പുറത്ത് അവിടെ സോപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുട്ടികളെ തുണികളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ വെയിൽ കണ്ടപ്പോൾ ഇനിയിപ്പോൾ ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ മഴയും കാര്യങ്ങളൊക്കെ ആണെങ്കിലോ വിചാരിച്ചിട്ട് അതൊക്കെ രാവിലെ നേരത്തെ തന്നെ അത് അലക്കി നേരെ തിരുമ്പിയിടും. അപ്പോൾ ചെറിയ കുട്ടിയുടെ ആവുകൊണ്ട് പിന്നെ നമ്മൾ രാവിലെ തന്നെ അതൊക്കെ വാഷ് ചെയ്ത് വൃത്തിയാക്കണമല്ലോ. അപ്പോൾ ഞാനാണിപ്പോൾ അത് ചെയ്യാറ്. അപ്പോൾ ആ തിരുമ്പാനും കാര്യങ്ങളൊക്കെ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തിരുമ്പി ശരിയാക്കിയിട്ട് വേണം മുകളിൽ ടെറസ് അടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ അത് അംഗത്തിനുള്ള പുറപ്പാടായി, ആയുധങ്ങളൊക്കെ എടുത്തിട്ട് പോവുക കേട്ടോ. പക്ഷേ എന്താണെന്ന് വെച്ചാൽ വിചാരിച്ചിടത്തേക്ക് കയറാൻ എനിക്ക് പറ്റിയില്ല. അപ്പോഴാണ് ഞാൻ ഒരു സൈഡിൽ ഷീറ്റ് ഇട്ടിരിക്കണം. അപ്പോൾ അതിൻ്റെ മുകൾക്ക് റബ്ബറിൻ്റെ ഇല നിറയെ വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനെന്നാൽ ഏതായാലും ഇതിന് വന്നിട്ടല്ലേ വിചാരിച്ചിട്ട് ഞാൻ ആ ഷീറ്റിൻ്റെ മുകളിൽ കൂടെ നടന്ന് അതൊക്കെ വൃത്തിയാക്കി ശരിയാക്കി ഇട്ടുണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ അടുക്കളയിൽ ചെന്നപ്പോഴാണ് ഉമ്മ അതാ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ്റെ മസാല തിരുമ്പുമായിരുന്നു. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല അങ്ങനെയൊക്കെ ഇട്ടിട്ട് പൊടികളൊക്കെ ഇട്ടിട്ട് പൊരിച്ചെടുത്തിട്ട് പിന്നെ ഉള്ളി വാട്ടിയിട്ടാട്ടോ നമ്മളങ്ങനെ ബിരിയാണിക്കൊക്കെ ഉണ്ടാക്കില്ലേ മസാല, അതുപോലെ ഉണ്ടാക്കിയിട്ട് വെക്കാനായിരുന്നു. പിന്നെ ഞാൻ തുണികളൊക്കെ തിരുമ്പി വെച്ചതല്ലായിരുന്നു. അപ്പോൾ അതൊക്കെ തോരിട്ട് ഇതുമ്പോൾ തോരിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടും, നല്ല വെയിലുണ്ടാവുകൊണ്ട് കേട്ടോ. കുട്ടീൻ്റെ തുണിയും കാര്യങ്ങളൊക്കെ ഞാൻ താഴെയുണ്ട് തോരിടാറ്. കാരണം മുകളിൽ തോരിട്ട് കഴിഞ്ഞാൽ ഒരു കാറ്റടിച്ച് കഴിഞ്ഞാൽ ഒക്കെ അപ്പുറം അപ്പുറമൊക്കെ പാറിപ്പോവും. അപ്പോൾ ഞാൻ കുട്ടിയുടെ തുണിയും കാര്യങ്ങളൊക്കെ താഴെ തോരിട്ടിട്ട് ബാക്കിയുള്ള ഡ്രസ്സൊക്കെ ഈ കമ്പിമേണ് ഞാൻ ഇടാറ്. അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണങ്ങി കിട്ടും ഒക്കെ ചെയ്യും. അത് കഴിഞ്ഞ ശേഷം ഞാൻ തോരിടലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ അടുക്കളയിൽ പോയപ്പോൾ ചിക്കൻ പൊരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ പൊരിക്കണ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു കഷ്ണം തിന്നിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ കുമ്പളങ്ങക്കറിയും ഈ ചിക്കൻ റോസ്റ്റ്
ബ്രേക്ക്ഫാസ്റ്റും ആണ് ഇന്ന് വെക്കുന്നത്. അപ്പോൾ അതിനൊരു ചിക്കനൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ മോരും വെള്ളം നല്ല ദാഹം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ മോരും വെള്ളം ഉണ്ടാക്കിയത് കുടിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. പ്ലീസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.